അത് യേശുവാണ്. ഇഷ്ടം എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ ഡെഫിനിഷനാണ് മനുഷ്യൻ. ഇഷ്ടം എന്ന് പറയുമ്പോൾ ഒരുത്തന്റെ അകത്തുള്ളത് നാം ചോദിച്ചു വാങ്ങുക. സ്നേഹം ചോദിച്ചു വാങ്ങുകയല്ല, വിട്ടുകൊടുക്കലാണ് സ്നേഹം. ആമേൻ പറയാമോ? ആമേൻ പറയാമോ? സ്നേഹം വിട്ടുകൊടുക്കുകയാണ്. യേശു അതാണ് ചെയ്തത്. ഇനി ഞാൻ എന്റെ സ്നേഹം അപ്പോൾ സ്നേഹം വിട്ടുകൊടുക്കലാണ് എങ്കിൽ അത് ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങത്തില്ല, അതൊരു ഒരു ലോകത്തിലേക്ക് അല്ലെങ്കിൽ മുഴു ലോകത്തിലേക്ക് വ്യാപിക്കുവാനിടയായിത്തീരും. ഇനി ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഒരു വ്യക്തിയിലേക്ക് മാത്രമായിത്തീരും. അതുകൊണ്ട് അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഡൽഹി ചെല്ലുമ്പോൾ ഷാജഹാൻ മുംതാസിന് പണിത് വെച്ചിരിക്കുന്ന താജ്മഹൽ എന്ന് പറഞ്ഞാൽ തന്റെ സ്നേഹം ഒരു വ്യക്തിയിലേക്ക് മാത്രം അടങ്ങി. എന്നാൽ ഈ ലോകത്തിന്റെ സകലത്തിന് യോഗ്യനായ സകലത്തിന്റെ സൃഷ്ടിക്കും പിതാവായ തമ്പുരാന്റെ സ്നേഹം ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങിയിട്ടില്ല, ഒരു സംഘടനയിലേക്ക് ഒതുങ്ങിയിട്ടില്ല, ഒരു ജാതിയിലേക്ക് ഒതുങ്ങിയിട്ടില്ല, ഒരു മതത്തിലേക്ക് ഒതുങ്ങിയിട്ടില്ല, ഒരു സമ്പാദ്യമുള്ളവന്റെ അടുക്കലേക്ക് ഒതുങ്ങിയിട്ടില്ല. മുഴു ലോകത്തെ ഒരേ കണ്ണിൽ കണ്ട എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചവനാണ് നമ്മുടെ യേശു. അവന്റെ സ്നേഹം ഈ ലോകം മുഴുവനും നിറഞ്ഞു വരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആ സ്നേഹത്തെ സ്പ്രെഡ് ചെയ്യുവാൻ വേണ്ടിയാണ് എന്നെ നിങ്ങളെ ഓരോ ദേശത്തിനകത്ത് നട്ടിരിക്കുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി നാം പരിശോധിക്കേണ്ടതുണ്ട്. ഈ ദൈവം നമ്മെ അപ്പോയിന്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തിനാ? മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും പരിചരിക്കുവാനുമാണ്. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? നാം കരുതുന്നുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ചില സാഹചര്യത്തിന്റെ നടുവിൽ നാം മറ്റുള്ളവരെ പറയാറുണ്ട്. അത് ഭർത്താവായിക്കൊള്ളട്ടെ, ഭാര്യ ആയിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, അയൽവക്കക്കാരായിക്കൊള്ളട്ടെ, സഭയായിക്കൊള്ളട്ടെ, സംഘടന ആയിക്കൊള്ളട്ടെ, നാം മറ്റുള്ളവരെ കുറ്റം വിധിക്കാറുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് നേരെ നാം ചൂണ്ടുവിരൽ ഉയർത്താറുണ്ട്. എന്നാൽ വചനം പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നാം തികഞ്ഞു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എങ്കിൽ മാത്രമേ. അപ്പോൾ പല കാര്യത്തിനകത്തും നമ്മൾ പറയുന്നുണ്ട്, ഞാൻ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലാണ്, ഞാൻ പരിശുദ്ധാത്മാവിനകത്താണ് നിറഞ്ഞിരിക്കുന്നതെന്ന്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഒരിക്കലും നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. കാരണം ദൈവത്തിന് സ്നേഹം നമ്മളിലേക്ക് പകരപ്പെട്ടതാണ്. അത് വന്നിരിക്കുന്നത് പരിശുദ്ധ ആത്മാവിനാലാണ്. അതുകൊണ്ടാണ് റോമർ 5-ാം അധ്യായം 5-ാമത്തെ വാക്യം, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അപ്പോൾ സ്നേഹം സ്പ്രെഡ് ചെയ്യണം, അത് മറ്റുള്ളവർക്ക് കൊടുക്കണം. ഈ സ്നേഹത്തിന് അതിർവരമ്പുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാനുഷിക സ്നേഹത്തിന് അതിർവരമ്പുകളുണ്ട്. അത് എങ്ങനെ കാണുവാൻ കഴിയുന്ന? അവസാന പൂഴിമണ്ണ് നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ മർത്തൃ ശരീരത്തിലേക്ക് വിതറുന്ന ആ നിമിഷം വരെ മാനുഷിക സ്നേഹങ്ങൾക്ക് വിലയുള്ളൂ. അത് കഴിഞ്ഞൊരു ജീവിതമുണ്ട്. അവിടെയാണ് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയേണ്ടത്. നമുക്ക് ലഭ്യമായി തീരേണ്ടുന്ന ഒരു യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് നാം കടന്നു ചെല്ലുകയാണ്. അവിടെയാണ് നാം ഏറ്റവും വലിയ സ്നേഹത്തെ കാണുന്നത്. അത് നമ്മുടെ അപ്പായുടെ സ്നേഹമാണ്. അപ്പായുടെ സ്നേഹത്തെ പറ്റി ബൈബിൾ പഠിപ്പിക്കുന്നത് അഗാപ്പെ ലവ്, അതിരുകളില്ലാത്ത സ്നേഹം, അതിർവരമ്പുകളില്ലാത്ത സ്നേഹം. അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യന് വേണ്ടി, ഒരു സംഘടനയ്ക്ക് വേണ്ടി യേശു മരിക്കാതെ മുഴുവർക്കും വേണ്ടി എന്ന് പറഞ്ഞ് ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടി. അയ്യോ, അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നവന് വേണ്ടി മാത്രമാണോ ദൈവം മരിച്ചെന്ന് ചോദിക്കും. ഒരിക്കലുമല്ല. റോമർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് ലേഖനകർത്താവാകുന്ന പൗലോസ് പറയുകയാണ്, അഭക്തർക്കും വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കാത്തവനും കൂടിയാണ് ദൈവം മരിച്ചത്. യേശു മരിച്ചത് ദൈവത്തിൽ വിശ്വസിക്കാത്തവനും കൂടിയാണ്. പിന്നെ ഇതെങ്ങനെയാണ് ഇവൻ ഇത് മനസ്സിലാകുന്നത്? ഈ സ്നേഹത്തെ എങ്ങനെ അനുഭവിക്കുവാൻ കഴിയും? എപ്പോൾ ആ വ്യക്തി യേശുവിലേക്ക് തിരിയുന്നുവോ അപ്പോൾ അവനത് മനസ്സിലാക്കുവാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു കൊടുത്താൽ അഭക്തർക്കും വേണ്ടി മരിച്ചെന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ല. പക്ഷേ അവരിലേക്ക് ദൈവത്തിന്റെ സ്നേഹം വന്നു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും, യേശു എനിക്ക് വേണ്ടിയാ മരിച്ചതെന്ന്. ഹല്ലേലൂയ. അങ്ങനെ അഭക്തർക്കും വേണ്ടി മരിച്ച വ്യക്തിയാണ്. യേശുവിന്റെ ജനനം എങ്ങനെയായിരുന്നു? സകല മനുഷ്യർക്കും ഉണ്ടാകേണ്ടുന്ന മഹാസന്തോഷം. അവിടെയും അപ്പനും അമ്മയ്ക്ക് വേണ്ടി നല്ല എഴുതി വെച്ചിരിക്കുന്നത് സകല മനുഷ്യർക്കും വേണ്ടി ഉണ്ടാകേണ്ടുന്ന മഹാസന്തോഷം. അപ്പോൾ ജനനം മറ്റുള്ളവർക്ക് സന്തോഷത്തെ കൊടുത്തു. മരണം എന്ന് പറയുന്ന ഒരു സംഘടനയിലേക്ക് ഒതുങ്ങിയില്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതായിരുന്നു എന്ന് പറഞ്ഞ സകല മനുഷ്യരെയും വില കൊടുത്തു വാങ്ങിയ ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ യേശു.
എന്റെ സ്നേഹത്തിന് അതിരുണ്ട്, എന്റെ സ്നേഹത്തിന് ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അതൊരു പക്ഷെ എന്റെ സമ്പാദ്യത്തിനകത്ത് നിൽക്കും, അല്ലെങ്കിൽ എന്റെ വിദ്യാഭ്യാസത്തിനകത്തായിരിക്കും നിൽക്കുന്നത്. പക്ഷെ യേശുവിന്റെ സ്നേഹം എന്റെ സമ്പാദ്യം കൊണ്ട് തീരുന്നതല്ല, അല്ലെങ്കിൽ ഒരു സമ്പത്ത് കൊണ്ട് തീരുന്നതല്ല. യേശുവിന്റെ സ്നേഹം എന്റെ സമ്പത്ത് കാണുമ്പോൾ എന്റെ കൂടെ കൂടുന്നതല്ല യേശുവിന്റെ സ്നേഹം. മറിച്ച് എന്റെ ഒറ്റപ്പെടലിന്റെ അകത്തും, എന്റെ തീച്ചൂളയ്ക്കകത്തും, എന്റെ പരാജയത്തിന്റെ അകത്തും, എന്റെ ശോധനകൾക്കകത്തും ഒരുപോലെ എന്നെ സ്നേഹിക്കുന്നവരെ എന്റെ യേശു. അതുകൊണ്ട് വചനം പറയുന്നത്, എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ നിന്നെ തികഞ്ഞവനാക്കി തീർക്കും. ഹല്ലേലൂയ. അപ്പൊ സ്നേഹം ഒരുവനെ തികഞ്ഞവനാക്കി തീർക്കണമെങ്കിൽ അവൻ കൃപയ്ക്കകത്ത് നിൽക്കണം. കൃപ എന്ന് പറയുന്നത് രണ്ടക്ഷരമാണെങ്കിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ അതാരാണ്? അത് യേശുവാണ്. അപ്പൊ കൃപയാകുന്ന യേശു, ശക്തിയാകുന്ന യേശു, വചനമാകുന്ന യേശു നമ്മുടെ ഇടയിൽ പാർത്തിരിക്കുക. ഇനി കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ആ ഇടയിൽ പാർത്ത വ്യക്തി എന്റെ ഹൃദയത്തിലിരിക്കുക. അതുകൊണ്ട് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു എന്നിലിരിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോഴും പോകുക, അയ്യോ എനിക്ക് വിടുതൽ വേണം, എനിക്ക് സൗഖ്യം വേണം. നമ്മൾ പലയിടങ്ങളിൽ പാസ്റ്റർമാരുടെ അടുക്കൽ പോകാറുണ്ട്, പുരോഹിതന്മാരുടെ അടുക്കൽ പോകാറുണ്ട്, മന്ത്രവാദികളുടെ അടുക്കൽ, പല ഇടങ്ങളിലേക്ക് നാം പോകാറുണ്ട്. എന്തിനാ? ഒരു രക്ഷയ്ക്ക് വേണ്ടി. സത്യമല്ലേ? പക്ഷേ വചനം പറയുക, നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന വ്യക്തി നമ്മളിൽ ഇരിപ്പുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് വിടുതൽ ഉണ്ടാകുന്നത്. ഒരു പാസ്റ്റർ കൈവച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു വിടുതൽ ലഭിക്കത്തില്ല. സത്യമാണ്. നമ്മൾ ഇവിടെ കൂട്ടത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആർക്കും വിടുതൽ ലഭിക്കുന്നില്ല. പക്ഷേ ഇത് എപ്പോഴും വിടുതലായി ലഭിക്കുന്നതെന്നറിയാമോ? അവന്റെ ഹൃദയത്തിനകത്ത് ഒരു വിശ്വാസം ജനിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്കൊരു വിടുതൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ എനിക്കത് വിടുതലായി തീരത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതെല്ലാം വെറും ജൽപ്പനമായിരിക്കും. ദൈവത്തിന് ഒരു മനുഷ്യനോട് ഇഷ്ടം തോന്നിയ ദൈവം നിശ്ചയമായിട്ടും അവന്റെ ഹൃദയ വിചാരങ്ങളെ നിവർത്തീകരിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ പലതിന്റെ പുറകെ ഓടുന്ന വ്യക്തിയായി തീരാതെ യഥാർത്ഥമായ ദൈവത്തിന്റെ സ്നേഹത്തിനകത്തേക്ക് ഇരുന്നു കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാനെ പറ്റി ബൈബിൾ പറയുന്നത്, ദൈവ സാന്നിധ്യത്തിനകത്ത്, അല്ലെങ്കിൽ താതന്റെ മാർവിന്റെ ചൂട് അനുഭവിക്കുവാൻ വേണ്ടി ഇരുന്നു കൊടുത്തു. ആ ചൂട് അനുഭവിച്ചപ്പോൾ തനിക്ക് കാരാഗ്രഹം ഒന്നും ഒരു വിഷയമല്ലായിരുന്നു, ഏകാന്തത ഒരു വിഷയമല്ലായിരുന്നു, പത്മോസ് ഒരു വിഷയമല്ലായിരുന്നു. ഏത് സാഹചര്യത്തിനകത്ത് യോഹന്നാനോട് ചോദിച്ച് യോഹന്നാൻ പറയും, എന്റെ എല്ലാ അവസ്ഥയ്ക്കകത്തും ഞാൻ എന്റെ യേശുവിനെ കണ്ടു. എങ്ങനെ വെളിപ്പാട് പുസ്തകം ഉണ്ടായത്? പത്മോസിന്റെ ഏകാന്തത ഡൊമിനേഷന് കാരാഗ്രഹമായിരുന്നു. അവിടെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. ചരിത്രം അതാണ്. കൊച്ചു ദ്വീപാണ്, വിഷജീവികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. പക്ഷെ ഡൊമിനേഷന്റെ കണ്ണിൽ അതാണ്. പക്ഷെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, ഞാൻ ഡൊമിനേഷനാൽ തള്ളപ്പെട്ടു എന്നല്ല അദ്ദേഹം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവും തന്റെ ദാസനും എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുക. അത് നിമിത്തമാണ്, സാക്ഷ്യം നിമിത്തമാണ് ഞാൻ പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് എന്താണ്, കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. ചില സാഹചര്യത്തിന് മുമ്പിൽ നമ്മൾ അവശരായി തീരാറുണ്ട്. പക്ഷെ സാഹചര്യം പ്രതികൂലമായിരിക്കുമ്പോൾ ഭക്തന്മാരോട് ചോദിച്ചപ്പറ, ഞങ്ങൾ ആ സാഹചര്യത്തിന്റെ നടുവിൽ ഞങ്ങൾ യേശുവിനെ നന്നായി അറിയുന്നത്. നമ്മുടെ സാഹചര്യം വരുമ്പോൾ നമ്മൾ അവശരായി, നമുക്കൊന്നും കഴിയത്തില്ല, എന്നെ കൊണ്ട് തീർന്നു പോയി, എന്നെ കൊണ്ട് വയ്യ, ഞാൻ നിർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് പുറകോട്ട് മാറി നിൽക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ ഭക്തന്മാരോട് ചോദിച്ചാൽ, അപ്പോസ്തലന്മാരോട് ചോദിച്ച്, ശിഷ്യന്മാരോട് ചോദിച്ച് അവർ പറയും, ഞങ്ങളുടെ വേദനകളുടെ അകത്ത്, ഞങ്ങളുടെ തീച്ചൂളയ്ക്കകത്ത് ഞങ്ങൾ നന്നായി യേശുവിനെ കണ്ടു. ഈ ഡൊമിനേഷന്റെ കാലഘട്ടത്തിലാണ് യോഹന്നാനെ തള്ളിവിട്ടത്. പക്ഷെ യോഹന്നാനോട് ചോദിച്ച് വീണ്ടും പറയും, ഡൊമിനേഷന്റെ കണ്ണിൽ അതൊരു കാരാഗ്രഹ സമമായിരുന്നു. പക്ഷേ യേശുവിന്റെ കണ്ണിൽ എനിക്കുള്ള വെളിപ്പാടിന്റെ കലവറ തുറക്കുകയായിരുന്നു. സാഹചര്യത്തിനകത്ത് നീ ഇരുന്നോ ഒരു വിഷയമില്ല, പക്ഷെ അതിന്റെ നടുവിലും നീ ഇരിക്കുമ്പോൾ കുറ്റപ്പെടുത്തുകയല്ല. എന്തുകൊണ്ടാണ് കർത്താവ് നീ എന്നെ ഇവിടെ കൊണ്ടിട്ടെന്ന് പെറുപെറുത്തുകൊണ്ടല്ല ഇരിക്കേണ്ടത്. അവിടെ ഇരുന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ വെളിപ്പാടുകൾ നിങ്ങളിലേക്ക് വരുവാനിടയായിത്തീരും. സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമായി തീർന്നെങ്കിൽ മാത്രമേ ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങത്തുള്ളൂ. സാഹചര്യങ്ങളെല്ലാം എന്റെ കൂടെ നിന്നെങ്കിൽ എനിക്ക് ഇന്നതൊക്കെ ചെയ്യാൻ പറ്റൂ, എനിക്ക് സമ്പാദ്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ഓർത്താണ് ഇരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, എത്രയൊക്കെ സമ്പാദ്യം ഉണ്ടായിട്ടും ഇന്നും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാത്തവർ അനേകായിരങ്ങളാണ്. സ്വന്തം പണിതുയർത്തി കെട്ടിട സംശയങ്ങൾ ഉണ്ടായിട്ടും അതിനകത്ത് കിടന്നുറങ്ങുവാൻ കഴിയാത്തവർ അനേകായിരങ്ങളാണ്. എങ്കിലും സ്വന്തമായിട്ട് ഒരു ചെറിയ കുടിലെങ്കിലും ഉണ്ടെങ്കിലും അതിനകത്ത് ഉള്ളത് കഴിച്ചുകൊണ്ട് സുഖമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അവനെ പറ്റിയ വചനം പറയുന്നത്, ഹല്ലേലൂയ, നീ സമാധാനത്തോടെ കിടന്നുറങ്ങും, ഞാനല്ലോ യഹോവേ നിന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, ചെറിയൊരു വീട്
അല്ലെങ്കിൽ വലിയ വീട് വെക്കുന്നതിനെ പറ്റി ഒന്നുമല്ല. ഏത് അവസ്ഥയാണെങ്കിലും അന്വേഷിക്കുവാൻ തയ്യാറാകണം. ആരെ? ദൈവത്തെ. സാഹചര്യം നമുക്ക് എപ്പോഴും